എന്തായാലും മലയാള സിനിമാ ലോകത്തിന് വലിയ ഞെട്ടലും നടുക്കവും നൽകിക്കൊണ്ടാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധന കഴിഞ്ഞ് വീണ്ടും ഈ നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരികയാണോ ചെയ്യുക? പിന്നീടാവുമോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക? പോലീസിന്റെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെയും ഇടപാട് നടത്തിയതിന്റെയും തെളിവ് നശിപ്പിച്ചു. ഇനി 3 വകുപ്പുകളാണ്. ഈ 3 വകുപ്പുകളും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. 27B NDPS 29, അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ 238. ഈ 3 വകുപ്പുകളും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ അദ്ദേഹത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. വലിയ തുക ഇത് മയക്കുമരുന്ന് ഇടപാടുകാരന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേയിൽ നിന്നും പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം പോലീസ് ആർത്തിൽ എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ള വകുപ്പുകൾ വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ചുമത്താം. അത് പക്ഷെ നിലവിൽ പോലീസ് അങ്ങനെ ആലോചിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.